എംബസി ആക്രമിച്ചത് കൊണ്ട് തന്നെ നിശ്ചയമായും നിയമപരമായി തിരിച്ചടിക്കുവാനുള്ള അവകാശം ഇറാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ അവകാശം വിനിയോഗിക്കും, നിശ്ചയമായും വിനിയോഗിച്ചിരിക്കും. ഞങ്ങളൊരു ഡിസൈസീവ് സ്ട്രൈക്ക് നടത്തും എന്നാണ് ഈ ഇറാൻ്റെ UN അംബാസഡർ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ UN രക്ഷാസമിതി ഇതിനെ അപലപിക്കാൻ പോലും സന്നദ്ധമായില്ല. UN രക്ഷാസമിതി അപലപിച്ചിരുന്നെങ്കിൽ നമുക്കൊരു ആക്രമണം ഒഴിവാക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ആക്രമിക്കും എന്നാണ്. അപ്പോൾ ഈ ആക്രമിക്കും എന്ന ഇന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ആക്രമണ ഭീതി ഉണ്ടാക്കാനാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തന്നെ ആക്രമിക്കാനാണോ എന്നുള്ളത് ഇനിയും ചുരുൾ നിവരേണ്ട കാര്യമാണ്. പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം, ഇറാൻ എന്ന് പറയുന്നത് സാമാന്യം വലിയൊരു സൈനിക ശക്തിയാണ്. ഇസ്രായേൽ ഇറാൻ ഒരു മിലിറ്ററി കമ്പാരിസൺ നടത്തിയാൽ ഇറാൻ മേലെ നിൽക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്, ഇസ്രായേൽ മേലെ നിൽക്കുന്ന മേഖലകളുണ്ട്. ഇപ്പോൾ സൈനികരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 5 ലക്ഷത്തിൽ ചില്ലാനാണ് ഇറാൻ സൈനികരുടെ എണ്ണം. ഇസ്രായേലിൻ്റെ 1,84,000 മറ്റൊക്കെ വരികയുള്ളൂ. പക്ഷേ ഈ വ്യോമശക്തി എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലാണ് മേലെ നിൽക്കുക, നാവികശക്തി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനാണ് മേലെ നിൽക്കുക. ഇങ്ങനെ ചില രംഗങ്ങളിൽ ഇസ്രായേൽ മേലെ നിൽക്കുകയും ചില രംഗങ്ങളിൽ ഇറാൻ മേലെ നിൽക്കുകയൊക്കെ ചെയ്യുന്നതാണ് അവരുടെ ഒരു മിലിറ്ററി കമ്പാരിസൺ എന്ന് പറയുന്നത്. പക്ഷേ ഇതിലുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിന് അണുവായുധങ്ങളുണ്ട് എന്നുള്ളത്. ഇസ്രായേലിന് അണുവായുധങ്ങളുണ്ട് എന്നുള്ളത് ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല, അവർ സമ്മതിച്ചിട്ടില്ല, ലോകത്തൊരു ബോഡിയും സമ്മതിച്ചിട്ടില്ല. പക്ഷേ പൊതുവെ പരക്കെ വിശ്വസിക്കപ്പെടുന്ന കാര്യം 80 മുതൽ 400 വരെ അണുവായുധങ്ങൾ അവരുടെ ചില മന്ത്രിമാർ ഇതിനിടയിൽ പറയും. അതെ, ഈ ഗസ യുദ്ധം ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഗസയിൽ അണുബോംബിടണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഫലസ്തീൻ പ്രദേശങ്ങളിൽ അണുബോംബ് പ്രയോഗിക്കാത്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അവിടെ പ്രയോഗിച്ചാൽ അതിൻ്റെ നാശനഷ്ടം ഇസ്രായേലിലും ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം ചേർന്ന് നിൽക്കുന്ന ചെറിയ പ്രദേശങ്ങളാണ്. ഒരിക്കലും ഇപ്പോൾ ഗസയിൽ അണുബോംബിടണം എന്ന് ഇസ്രായേലി മന്ത്രി പറയുന്നുണ്ടെങ്കിലും അവർ അണുബോംബ് ഇടാൻ അവർക്ക് കഴിയില്ല. കാരണം ഗസയിൽ ഒരു അണുബോംബ് ഇട്ടാൽ ഇതൊക്കെ 10-20 കിലോമീറ്റർ അകലത്ത് നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഇസ്രായേൽ നഗരങ്ങളും ഗസയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വികിരണവും അതിൻ്റെ പ്രശ്നങ്ങളും ഇസ്രായേലിലും ഉണ്ടാവും. പക്ഷേ ഇറാന് മേൽ ഇസ്രായേലിന് വളരെ സൗകര്യപൂർവ്വം ഒരു അണുബോംബ് പ്രയോഗിക്കാവുന്നേ ഉള്ളൂ. കാരണം 1700 കിലോമീറ്റർ ദൂരത്ത് നിൽക്കുന്ന ഇവരുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത്രയും ദൂരത്താണ്. ഒരു പക്ഷേ അതൊരു ഡിറ്ററൻ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാകാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്രായേലിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇപ്പോൾ ഗസയിലൊക്കെ കാണുന്നത് പോലെയുള്ള ആർമി ടു ആർമി കോമ്പാറ്റ് ഒരിക്കലും സാധ്യമല്ല. കാരണം ഇസ്രായേലും ഇറാനും തമ്മിൽ ഭൂമിശാസ്ത്രപരമായ അതിർത്തികളില്ല. യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എയർ വഴിയുള്ള മിസൈലുകളും യുദ്ധവിമാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. അത് 2 രാജ്യങ്ങൾക്കും അതിനുള്ള ശക്തിയുണ്ട്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിസൈലിൻ്റെ ഒരു റേഡിയസ്, അതിൻ്റെ പരിധി എന്ന് പറയുന്നത് സിജിൽ റോക്കറ്റ്, അവർ 2400 കിലോമീറ്റർ പരിധിയൊക്കെയുള്ള 2400 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഈസ്റ്റേൺ യൂറോപ്പ് വരെ എത്തും. ഇസ്രായേൽ എത്താൻ 1500 കിലോമീറ്റർ മതി. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ജെറിക്കോ സീരീസിൽപ്പെട്ട മിസൈലുകൾ ഇറാനെയും കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഒരു ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചാൽ ഇസ്രായേൽ അതിർത്തിയിൽ നിൽക്കുന്ന ലെബനോൺ, സിറിയ എന്നീ രാജ്യങ്ങളിൽ ഇറാന് മിലിറ്ററി പ്രസൻസ് ഉണ്ട്. നന്ന ചുരുങ്ങി ഇറാനെ പിന്തുണക്കുന്ന ഫോഴ്സസ് അവിടെയുണ്ട്. ലെബനനിൽ ഹിസ്ബുള്ളയുണ്ട്. സിറിയൻ ഭരണകൂടം തന്നെ ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഭരണകൂടമാണ്. ഇറാഖിലുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികളുണ്ട്. അപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞാൽ അത്ര ലളിതമായിരിക്കില്ല, സങ്കീർണമായിരിക്കും. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇറാനെയും ഇസ്രായേലിനെയും മാത്രം ബാധിക്കുന്ന കാര്യമാവില്ല എന്നുള്ളതാണ്. കാരണം എൻ്റയർ മിഡിൽ ഈസ്റ്റിനെ അത് ബാധിക്കും. ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇന്ധന കടത്ത് നടക്കുന്ന ഒരു റൂട്ടാണ് ഈ പ്രദേശങ്ങളെല്ലാം. ഇറാനെ സംബന്ധിച്ച് ഹോർമുസ് കടലെടുക്കെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഓയിൽ ടാങ്കറുകൾ കടന്നു പോകുന്ന ഒരു ഏരിയയാണ്. അത് ഇറാൻ്റെ സ്വാധീന പ്രദേശമാണ്. എന്ന് പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ലോക സമ്പദ്ഘടനയെ അതിമാരകമാം വിധം ബാധിക്കുന്നൊരു യുദ്ധമായിരിക്കും അത്.